Hi friends, welcome back to Math Stat Lab. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ എങ്ങനെ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഒരൊറ്റ കാര്യമുണ്ട്, ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് ടെസ്റ്റാണ് എന്ന് മനസ്സിലാവണം. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ഓരോന്ന് പറയുന്നുണ്ട്, സമയത്ത് അതിൽ നിങ്ങൾ നോക്കുക. ഓക്കെ, നമ്മൾ പറയുന്നു പക്ഷെ കറക്റ്റായിട്ട് നമുക്ക് പ്രോബ്ലം ബേസ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത് ഒരു 6 മാർക്കിൻ്റെയൊക്കെ ഉള്ള രൂപത്തിലുള്ള ക്വസ്റ്റ്യനാണ്. നോക്കുക, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എക്സ്പ്ലെയിൻ ദി ടെക്നിക് ഓഫ് അനാലിസിസ് ഓഫ് വേരിയൻസ് ഫോർ എ 2-way ക്ലാസിഫിക്കേഷൻ. അനോവ എന്ന് പറഞ്ഞാൽ എന്താണ് അനാലിസിസ് ഓഫ് വേരിയൻസ്? അനോവ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 തരം അനോവ നമുക്ക് ചെയ്യാം. 1-way ക്ലാസിഫിക്കേഷൻ അനോവ ചെയ്യാം, 2-way ക്ലാസിഫിക്കേഷൻ അനോവ ചെയ്യാം, അല്ലെങ്കിൽ 2-way അനോവ ചെയ്യാം, 1-way അനോവ ചെയ്യാം. അപ്പോൾ 1-way അനോവ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഏതെങ്കിലും ഇപ്പോൾ നമുക്ക് ക്ലാസിഫിക്കേഷൻ 2-way ക്ലാസിഫിക്കേഷൻ 1-way ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ആട്രിബ്യൂട്ട്സ്. ഇപ്പം ആട്രിബ്യൂട്ട്സുകൾ നമുക്ക് 2 രൂപത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മളൊരു ഇത് വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുകയെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു 4 മെഷീൻസ് ഉണ്ട്, എ അല്ലെങ്കിൽ ബി സി എന്ന് പറയുന്ന 3 മെഷീൻസ് ഉണ്ട്, 3 വർക്കേഴ്സ്. ഇത് മെഷീൻസ് ഉണ്ട്. ആ മെഷീൻസിൽ നിന്ന് വരുന്ന എന്താണ് പ്രൊഡക്ട്സ്. ഓക്കെ, അതായത് മെഷീൻസിൽ നിന്ന് വരുന്ന എന്താണ് പ്രൊഡക്റ്റിൻ്റെ എണ്ണം, ഒരു 5 ദിവസത്തെ പ്രൊഡക്റ്റിൻ്റെ എണ്ണം 1 2 3 4 5 5 ദിവസത്തെ ഓരോന്നും തന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ വാല്യൂസ് നമ്മൾ എഴുതുകയാണെങ്കിൽ ഇതിന് നമുക്ക് വേണമെങ്കിൽ 1-way ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. 5 ദിവസത്തെ എന്ത് ചെയ്തു മെഷീൻ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് എ ബി സി എന്ന് പറയുന്ന 3 മെഷീൻസ് തരുന്ന പ്രൊഡക്ട്സുകൾ എന്ത് ചെയ്തു നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ആ മെഷീൻസിൽ നമ്മൾ ഇങ്ങനെയല്ല കൊടുത്ത് 5 ദിവസത്തെ എന്നല്ല കൊടുത്ത് വിചാരിക്കും. 5 അല്ലെങ്കിൽ ഒരു 4 എന്താണ് വർക്കേഴ്സ്, അവർ ഓരോ മെഷീനിൽ നിന്നുമാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഇവിടെ വർക്കേഴ്സ് എന്ന് പറയുന്ന എന്താണ് എക്സ് വൈ സെഡ് 3 വർക്കേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, 3 വർക്കേഴ്സും 3 മെഷീൻസും. അപ്പോൾ ഒന്നാമത്തെ മെഷീനിൽ നിന്ന് ഒന്നാമത്തെ വർക്കർ ഇത്ര പ്രൊഡ്യൂസ് ചെയ്യും, രണ്ടാമത്തെ മെഷീനിൽ നിന്ന് ഒന്നാമത്തെ വർക്കർ ഇത്ര പ്രൊഡ്യൂസ് ചെയ്യും, അങ്ങനെ എഴുതൂലേ? ഇതിനെയാണ് 2-way ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. വർക്കേഴ്സും എന്താണ് മെഷീനും വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഡാറ്റിനെ ഇതാണ് 2-way ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്, 2-way ക്ലാസിഫിക്കേഷനിൽ എക്സ്പ്ലെയിൻ ദി ടെക്നിക് ഓഫ് അനാലിസിസ് ഓഫ് വേരിയൻസ് ഫോർ 2-way ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ 2-way ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയുള്ള ഡാറ്റയ്ക്കാണ് നമ്മൾ 2-way ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. അത് വെച്ചിട്ട് നമ്മൾ അനാലിസിസ് ഓഫ് വേരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ വേണമെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എഴുതി കൊടുത്താൽ മതി, എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ H01 2 നൾ ഹൈപ്പോത്തസിസുകൾ ഉണ്ടാവും ഇവിടെ. അപ്പോൾ നൾ ഹൈപ്പോത്തസിസുകൾ വേണമെങ്കിൽ നമുക്ക് കോളം മീൻസ് ആർ ഈക്വൽ എന്ന് എഴുതാൻ വേണമെങ്കിൽ. അതേപോലെ H02 എന്ന് പറയുന്നത് റോ മീൻസ് ആർ ഈക്വൽ, അതായത് കോളം വൈസിലുള്ള മീൻ ആവറേജും റോ വൈസിലുള്ള ആവറേജ് ഈക്വലാണ്. അല്ലെങ്കിൽ എന്താണ് മെഷീൻസിൻ്റെ എന്താണ് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ബേസ് ഏതിനെ ബേസ് ചെയ്തിട്ട് മെഷീൻ ബേസിൽ പ്രൊഡക്ഷൻ്റെ മീൻ എന്ന് പറയുന്നത് ഈക്വൽ എന്ന് എഴുതുക. അതിനെയാണ് കോളം മീൻസ് ആർ ഈക്വൽ എന്ന് പറയുന്നത്. റോ വൈസ് ആർ ഈക്വൽ എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ 3 വർക്കേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി മീൻ പ്രൊഡക്ടിവിറ്റി ആർ ഈക്വൽ, അല്ലെങ്കിൽ റോ മൊമെൻറ്റ്സ് ആർ അല്ലെങ്കിൽ റോ ആവറേജസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അല്ലെങ്കിൽ സാധാരണ നമ്മൾ എങ്ങനെ എഴുതാം, μ1 = μ2 = μ3. അവിടെ 3 എണ്ണമാണ്. അല്ലെങ്കിൽ ഇത് സാധാരണ നമ്മൾ ഇത് എക്സെട്ര എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. ഇവിടെ 3 എണ്ണേ ഉള്ളൂ, അതുകൊണ്ട് μ1 μ2. α1 = α2 =
ഇങ്ങനെ എഴുതിയാലും ഒക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ സ്റ്റെപ്പിൽ, അതായത് സെറ്റപ്പ് നൾ ഹൈപ്പോത്തസിസ് അല്ലേ, നൾ ഹൈപ്പോത്തസിസ് എഴുതാം. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഈക്വൽ അല്ല എന്നുള്ളതായിരിക്കും, അത് സാധാരണ നമ്മൾ അനോവയിൽ എഴുതാറില്ല. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത് എന്താണ്, അനോവയിൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ MSEയും MSCയും MSRും കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യേണ്ടത് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം, MSC കാൽക്കുലേറ്റ് ചെയ്യണം, MSR കാൽക്കുലേറ്റ് ചെയ്യണം, MSE കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സുകളൊക്കെ നമുക്ക് എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഓരോ സ്റ്റെപ്പിൽ ABC എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. എന്താ MSC എന്ന് പറഞ്ഞാൽ മീൻ സം ഓഫ് സ്ക്വയർ ബിറ്റ്വീൻ കോളംസ്, മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ കോളംസ്, മീൻ സം ഓഫ് സ്ക്വയർ ബിറ്റ്വീൻ റോസ്, അതാണിത്. മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് എറർ, മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് എറർ. എന്താ ഈ മീൻ സം ഓഫ് സ്ക്വയർ ഓഫ് കോളം, മീൻ സം ഓഫ് സ്ക്വയർ ഓഫ് റോ, മീൻ സം ഓഫ് സ്ക്വയർ ഓഫ് എറർ എന്നൊക്കെ പറഞ്ഞാൽ വേരിയേഷൻസ് എന്താണ്, പല രൂപത്തിലാവാം. കോളം വൈസിലുണ്ടാവാം, അതേപോലെ റോ വൈസിലുണ്ടാവാം. പിന്നെ ഒരു ജനറൽ എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ മീൻ വ്യത്യാസം ഉണ്ടാവും. അതാണ് എറർ, ടോട്ടൽ എറർ എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിന് നമുക്ക് SST കാൽക്കുലേറ്റ് ചെയ്യണം. SST എന്ന് പറയുന്ന, അല്ലെങ്കിൽ SST ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് T കാൽക്കുലേറ്റ് ചെയ്യാം. T എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ഒബ്സർവേഷൻ, എല്ലാ ഒബ്സർവേഷൻ കൂട്ടുക ആണ്. അതിന് വേണമെങ്കിൽ നമുക്ക് കോളം വൈസിൽ ഇവിടെ കൂട്ടി ഇതിൻ്റെ സമ്മ് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഇവിടെ സമ്മ് എഴുതുക, ഇവിടെ സമ്മ് എഴുതുക, ഇവിടെ സമ്മ് എഴുതുക. അപ്പോൾ റോ വൈസിൽ സമ്മ് എഴുതിയിട്ട് ഇത് മാത്രം കൂട്ടുക, അല്ലെങ്കിൽ ഇത് മാത്രം കൂട്ടുക. ഓക്കെ, ഇതാണ് ടോട്ടൽ എന്ന് പറയുന്നത്. ഇത് മാത്രം കൂട്ടുക, അല്ലെങ്കിൽ ഇത് മാത്രം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചാൽ സെയിം വാല്യൂ തന്നെ കിട്ടുക, T എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് SST കാണണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ SST എന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ മൈനസ് T സ്ക്വയർ ബൈ n. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ മൈനസ് T സ്ക്വയർ ബൈ n. ഓക്കെ, എന്നിട്ട് പിന്നെ നിങ്ങൾ ടെക്സ്റ്റിലുണ്ട് ഇനി ബാക്കി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അങ്ങനെ എഴുതി വെച്ചു. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതാണ് ദി ടെക്നിക് ഓഫ് അനാലിസിസ് ഓഫ് വേരിയൻസ് ടു വേ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ടു വേ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി എങ്ങനെ MSC കാണുന്നതും MSC കാണുന്നതും എഫ് റേഷ്യോ കാണാം, 2 എഫ് റേഷ്യോകൾ ഉണ്ടാവും. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താ ചെയ്യുക, ഡിഗ്രി ഓഫ് ഫ്രീഡം നോക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്യുമോ റിജക്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുക. പ്രോബ്ലം ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾ പഠിച്ചു വെച്ചു എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് given that probability of A തന്നിട്ടുണ്ട്, probability of B തന്നിട്ടുണ്ട്, probability of C തന്നിട്ടുണ്ട്, probability of A and C തന്നിട്ടുണ്ട്, probability of B given C തന്നിട്ടുണ്ട്. ഇതിപ്പോൾ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നു. നോക്കാം എന്തൊക്കെയാണ് തന്നതെന്ന് നോക്കാം. ആദ്യം പ്രോബബിലിറ്റി ഓഫ് A തന്നിട്ടുണ്ട് ഈക്വൽ ടു 3/14. പ്രോബബിലിറ്റി ഓഫ് B തന്നിട്ടുണ്ട് 1/6. പ്രോബബിലിറ്റി ഓഫ് C തന്നിട്ടുണ്ട് 1/3. പ്രോബബിലിറ്റി ഓഫ് A ആൻഡ് C തന്നിട്ടുണ്ട് 1/7. പ്രോബബിലിറ്റി ഓഫ് B given C തന്നിട്ടുണ്ട് 5/21. എന്നിട്ട് കാണാൻ പറഞ്ഞത് ഒന്നാമത്തെ പ്രോബബിലിറ്റി ഓഫ് A given C.
പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ സി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്താണ് ഇതിൻ്റെ ഡെഫിനേഷൻ എഴുതുക. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ സി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് സി ആണ്. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി ഇതിൽ തന്നിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് സി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി എന്നാണ്. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/7 ഹോൾ ഡിവൈഡഡ് ബൈ പി ഓഫ് സിയും തന്നിട്ടുണ്ട് 1/3. കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. 1/7 ഇൻറ്റു 3/1 എന്ന് കിട്ടും. 3/7 എന്ന് പറഞ്ഞാൽ 0.428 സംതിങ് എന്ന് വരും. ഓക്കെ, അടുത്തത് പ്രോബിലിറ്റി ഓഫ് സി ഗിവൺ എ ആണ് കാണാൻ പറഞ്ഞത്. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ സി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ ആണ്. പ്രോബിലിറ്റി ഓഫ് സി ഗിവൺ എ എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ സി ഇൻ്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാലൊക്കെ ഒന്ന് തന്നെയാണ്. താഴെ എഴുതേണ്ടത് പ്രോബിലിറ്റി ഓഫ് ഈ ഗിവൺ കണ്ടീഷൻ്റെ പ്രോബിലിറ്റിയാണ് താഴെ എഴുതേണ്ടത്. പ്രോബിലിറ്റി ഓഫ് എ വാല്യൂ കൊടുത്താൽ അതിൻ്റെ ആൻസർ കിട്ടും. പ്രോബിലിറ്റി ഓഫ് ബി ആൻഡ് സി. ബി ആൻഡ് സി എന്ന് പറഞ്ഞാൽ മീനിങ് പ്രോബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി എന്നാണ്. പ്രോബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ബി ഗിവൺ സി ഒന്നെന്താ നോക്കി നോക്കുക. പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ സി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് സി ആണ്. പ്രോബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി ഇവിടെ നമുക്ക് ബി ഇൻ്റർസെക്ഷൻ സി ആണ് നമുക്ക് കാണേണ്ടത്. ബി ഗിവൺ സി നമുക്ക് തന്നിട്ടുണ്ട് 5/21 5/21 ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി ഡിവൈഡ് ബൈ പി ഓഫ് സിയും എത്രയാണ് നമുക്കറിയാം? 1/3. ഈ 1/3 അങ്ങോട്ട് കൊണ്ടുവരിക. 5/21 ഇൻറ്റു 1/3 എന്നാവും പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി. 1/3 ഡിവൈഡ് ബൈ 1/3 അങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 1/3. അപ്പോൾ 5 ഇൻറ്റു 1 21 ഇൻറ്റു 3 ചെയ്താൽ ആൻസർ കിട്ടും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബിലിറ്റി ഓഫ് സി ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി. ബി ഇൻ്റർസെക്ഷൻ സി ആണ് ബി ഇൻ്റർസെക്ഷൻ സി ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. പ്രോബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി ആ വാല്യൂ എഴുതുക. പ്രോബിലിറ്റി ഓഫ് ബീൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, ആ വാല്യൂ എഴുതുക 1/6. അപ്പോൾ അതിൻ്റെ ആൻസർ ആവും. ഇത്രയാണ് അതിലുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊക്കെ ഡെഫിനേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യനാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എ ബോക്സ് കണ്ടെയ്ൻസ് 10 bad apples and 40 good apples. There are 3 apples are drawn at random from the box. Determine the probability that at least one is good, at most 2 are good. Question ഇതാണ്. തന്ന കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക. എന്താണ്? ഒരു ബോക്സിൽ 10 bad apple, 40 good apple, 3 apples are selected. അപ്പോൾ പ്രോബബിലിറ്റി കാണുമ്പം പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ പോസിബിൾ കേസസ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കേസസ്, നമ്പർ ഓഫ് ഫേവറബിൾ കേസസ്. പോസിബിൾ കേസസ് ഇതിൽ നിന്ന് 3 ആപ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പോസിബിലിറ്റീസ് ഉണ്ട് എണ്ണം ആണ് നമ്മൾ കോമ്പിനേഷൻ പഠിച്ചത്. ഇതിലാകെ എത്ര ഉണ്ട്? 50 C3, 50 C3 ആണ് അതിൻ്റെ വാല്യൂ. കാൽക്കുലേറ്ററിൽ അടിച്ച് കഴിഞ്ഞാൽ കിട്ടും 50 C3 എത്രയാണെന്നുള്ളത്. അതേപോലെ ഫേവറബിൾ കേസ്, അപ്പോൾ ഓരോ പ്രോബബിലിറ്റിൻ്റെയും ഫേവറബിൾ കേസ് നമുക്ക് എഴുതിയാൽ മതി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, അറ്റ്ലീസ്റ്റ് 1 ഈസ് ഗുഡ്. അറ്റ്ലീസ്റ്റ് 1 ഈസ് ഗുഡ് എന്ന് പറഞ്ഞാൽ പല രൂപത്തിൽ ചെയ്യാം. നമുക്ക് ഇങ്ങനെയാണ് ശരിക്കും അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ യൂണിയനാണ്. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി, അതായത് യൂണിയൻ. അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ യൂണിയനാണ് സാധാരണ, ഓർ എന്നുള്ളത്. നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് 1 എന്ന് ഗുഡ് എന്ന് പറഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് 1 ഈസ് ഗുഡ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിലും ഗുഡാവണം. അപ്പോൾ 1 ഗുഡായാലും 2 എണ്ണം ഗുഡായാലും 3 എണ്ണം ഗുഡായാലും അറ്റ്ലീസ്റ്റ് 1 ഈസ് ഗുഡാണ്. അതായത് അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് പോകുന്ന, അറ്റ്ലീസ്റ്റ് 1 ഗുഡ് എന്ന് പറഞ്ഞാൽ
ഒന്ന് ഗുഡായാലും 2 ഗുഡായാലും 3 ഗുഡായാലും, അതായത് 1 ഗുഡ് 2 ഗുഡ് 3 ഗുഡ് ആയി കഴിഞ്ഞാലും എന്താണ് അറ്റ്ലീസ്റ്റ് 1. അപ്പം 1 ഗുഡ് അല്ലെങ്കിൽ 2 ഗുഡ് അല്ലെങ്കിൽ 3 ഗുഡ്. അപ്പോൾ ഒന്ന് ഗുഡാവുന്നത് 1 ഈസ് ഗുഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ഒന്ന് ഗുഡാവുക എന്ന് പറയുന്നത് 3 എടുക്കുമ്പോൾ 1 ഗുഡാവുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ഗുഡ് എത്ര ഉണ്ട് നോക്കുക. അറ്റ്ലീസ്റ്റ് 1 ഈസ് ഗുഡ് എന്നാ, അറ്റ്ലീസ്റ്റ് 1 ഈസ് ഗുഡ്. ഇങ്ങനെ നമുക്ക് ഓരോന്ന് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ വേറെ രൂപത്തിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ഇതിലേക്ക് എഴുതാം. അറ്റ്ലീസ്റ്റ് 1 ഈസ് ഗുഡ് എന്ന് മീൻ ചെയ്യുമ്പോൾ ഇവിടെ ആകെ 4 രൂപത്തിലാണ് വരിക. നോ ഗുഡ്, 1 ഗുഡ്, 2 ഗുഡ്, 3 ഗുഡ്. അപ്പോൾ നമ്മൾ 3 ബോൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഒറ്റ ഗുഡ് ഉണ്ടാവില്ല, ഒക്കെ ബാഡ് ആവാം. അല്ലെങ്കിൽ ഒരു ഗുഡ് വരാം, 2 ഗുഡ് വരാം, 3 ഗുഡ് വരാം. അപ്പോൾ ഇതിൽ ഈ 3 നമുക്ക് ഫേവറബിൾ ആണ്. 1 ഗുഡ്, 2 ഗുഡ്, 3 ഗുഡ്. ബാക്കി എത്രയേ ഉള്ളൂ? നോ ഗുഡ് എന്നുള്ളൂ. അപ്പം ഈ 4 രൂപത്തിലുള്ള കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ആവും ചെയ്യും. അതായത് 50C3 എന്നാവും. നോ ഗുഡും 1 ഗുഡും 2 ഗുഡും 3 ഗുഡും വരുന്ന എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 50C3 എന്ന് വരും. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു നോ ഗുഡ് എന്ന് പറയുന്നതിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള 3 ഇതിൻ്റെ മൊത്തത്തിലുള്ള ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ P = 1 മൈനസ് എന്ത് ചെയ്താൽ മതി? ഈ 1 ഇതിൻ്റെ പ്രോബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെ പ്രോബിലിറ്റി കിട്ടും. ഒക്കെ 4 സംഗതിയുടെയും പ്രോബിലിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ 1 ഈ നോ ഗുഡിൻ്റെ പ്രോബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതിൻ്റെ പ്രോബിലിറ്റി, നോ ഗുഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്താ? നോ ഗുഡ് എന്ന് പറയുമ്പോൾ 50C3 തന്നെയാണ് അതിൻ്റെ ടോട്ടൽ പോസിബിലിറ്റി എന്ന് പറയുന്നത്. നോ ഗുഡ്, അപ്പോൾ നോ ഗുഡ് എന്ന് പറഞ്ഞാൽ 3 ബാഡ് ആവണം എന്നർത്ഥം. എടുക്കുന്നതിൽ 3 ബാഡ് ആവണം. അപ്പോൾ ആകെ എത്ര ബാഡ് ഉണ്ട്? 10. അപ്പോൾ അത് 3 ബാഡ് ആവുക എന്ന് പറയുന്നത് 10C3 ആണ്. 10C3 1 മൈനസ് 10C3 50C3 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഓക്കെ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ചെയ്യേണ്ടാവും. അതായത് പിന്നെ 1 ഈസ് ഗുഡ് എന്ന് പറഞ്ഞാൽ 1 ഗുഡ് ആവുക. അപ്പോൾ 40C1. അപ്പോൾ ബാക്കിയുള്ള 2 എന്താവണം? ബാഡ് ആവണം. അപ്പം 10C2. ഓർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്താവണം? 2 ഗുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഓർ എന്ന് എഴുതുമ്പോൾ നമുക്ക് പ്ലസ് എന്ന് എഴുതാം. ഇപ്പോൾ എല്ലാ സമയത്തും പ്ലസ് എഴുതാൻ പറ്റില്ല. ഇവിടെ എല്ലാ ഇതും എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. ഓരോ പെയറും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ, അതായത് 1 എന്ന് പറയുന്നതും 2 ഗുഡ് എന്ന് പറയുന്നത് 2 ഇവൻറ്റ്സ് എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. അപ്പോൾ 2 ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ 2 ഗുഡ് എന്ന് പറയുമ്പോൾ 40C2. അപ്പോൾ ബാക്കി 1 എന്താവണം? ബാഡ് ആവണം, 10C1. ഓർ എന്ന് എഴുതുമ്പോൾ പ്ലസ് എന്ന് എഴുതിയാൽ മതി. 3 ഗുഡ് എന്ന് പറഞ്ഞാൽ 3 ഗുഡ് ആവുക എന്ന് പറയുമ്പോൾ എന്താണ്? 40C3. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ആൻസർ തന്നെ ഇവിടെയും കിട്ടും, സെയിം ആൻസർ. ഓക്കെ. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി എളുപ്പം, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ. അറ്റ്മോസ്റ്റ് 2 ആർ ഗുഡ്. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം 2 ഗുഡ് ആവുക എന്നതാണ്. മാക്സിമം 2 ഗുഡ് ആവുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞു 4 കേസസ് ആണുള്ളത്. എന്താണ്? നോ ഗുഡ്, 1 ഗുഡ്, 2, 3 ഗുഡ്. മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 2 ഗുഡേ അവിടെ വരാൻ പാടുള്ളൂ. അപ്പോൾ 2 ഗുഡായാലും കുഴപ്പമില്ല, 1 ഗുഡായാലും കുഴപ്പമില്ല, നോ ഗുഡ്. മാക്സിമം 2 ഗുഡ് വരണം. അപ്പോൾ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഈ 3 കേസാണ്. ബാക്കി ഒരു കേസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടേണ്ട പ്രോബിലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് 3 ഗുഡ്. 3 ഗുഡ് എന്ന് പറയുമ്പോൾ എന്താ? 40C3 ഡിവൈഡഡ് ബൈ 50C3 ചെയ്താൽ ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് ആദ്യം മനസ്സിലാവേണ്ടത്. The per acre yield of crop in a particular area observed to follow a normal distribution with mean 150 quintals and standard deviation 50 quintals
find the proportion of area yielding at least 250 quintals ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത് what extent of land under the crop can yield between 100 and 200 quintals if the total area under crop is 100 acres. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? പ്രോബബിലിറ്റി കാണാൻ തന്നെയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യന് പ്രോബബിലിറ്റി കാണാനാണ് തന്നിട്ടുണ്ട്. ഈ തന്നിട്ടുള്ള ഈൽഡ് എന്ന് പറയുന്നത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീൻ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കാണേണ്ടത് വാട്ട് എക്സ്റ്റെൻറ്റ് ഓഫ് ലാൻഡ് അണ്ടർ ദി ക്രോപ്പ് ഈൽഡ് ദി പ്രൊപ്പോർഷൻ ഓഫ് ഏരിയ ഈൽഡിങ് അറ്റ്ലീസ്റ്റ് 250. അറ്റ്ലീസ്റ്റ് 250 എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈൽഡാണെന്ന് വിചാരിക്കുക. എക്സ് എന്ന് പറയുന്ന, അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ മിനിമം എത്ര വരണം? 100 വരണം, 250 വരണം. അപ്പോൾ എക്സ് മിനിമം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 250 എന്നർത്ഥം, മിനിമം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് എത്രയും വരാം. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ അറ്റ്ലീസ്റ്റ് 1, 2 എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 1 എന്ന് പറഞ്ഞപ്പോൾ 1ഉം 1ഉം 2ഉം 3 ഒക്കെ വരാം. അപ്പോൾ അതിൻ്റെ മുകളിലേക്കുള്ള എല്ലാ വാല്യൂം വരാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 250 ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എഴുതുന്നത് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടാണ്. സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നോർമലിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് മൈനസ് മ്യൂവിൻ്റെ വാല്യൂ എന്താണുള്ളത്? 150 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 50 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 250 മൈനസ് 150 ഡിവൈഡഡ് ബൈ 50 ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് മൈനസ് 150. ഇതിനെയാണ് നമ്മൾ Z എന്ന് പറയുക, സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ്. Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100/50 2 എന്ന് വരും. Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഇതാണ് ഇതിൻ്റെ വാല്യൂ. ഈ വാല്യൂ നമ്മൾ കാണുന്നത് ടേബിൾ വെച്ചിട്ടാണ്. അതായത് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ എങ്ങനെ നമ്മൾ വാല്യൂ നോക്കുന്നത് നോക്കുക. ഇതങ്ങനെ നമുക്ക് പെട്ടെന്ന് ടേബിളിൽ നോക്കുക, പിക്ചർ വരച്ച് നോക്കുക. Z-ൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ഇവിടെ 2 ഉള്ളത് നോക്കുക, Z-ൻ്റെ വാല്യൂ. അപ്പോൾ ഇതാണ് പ്രോബബിലിറ്റി. Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇവിടെയാണ് 2 എന്ന് വിചാരിക്കുക, ഇവിടെ 0 ആണെന്ന് വിചാരിക്കുക. 0 ആയിരിക്കും സെൻട്രൽ ഉണ്ടാവുക, 0. അപ്പോൾ ഈ വാല്യൂ കാണേണ്ടത്. പക്ഷേ നമുക്ക് ടേബിളിലുള്ള വാല്യൂ എപ്പോഴും പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ Z ആൽഫ, അങ്ങനെ ഒരു വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. 0 മുതൽ ഇതുവരെയുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുക. പക്ഷെ ഇവിടെ Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ ഈ വാല്യൂ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ, ഇത് ടോട്ടൽ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ടോട്ടൽ 1 ആണ്. പിന്നെ ഇതിൻ്റെ പകുതി 0.5 ആണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പ്രോബബിലിറ്റി 0.5 ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്താൽ മതി? ഈ മൊത്തത്തിൽ നിന്ന് 0.5 നിന്ന് ഈ പ്രോബബിലിറ്റി കുറച്ചാൽ ബാക്കിയുള്ള പ്രോബബിലിറ്റി നമുക്ക് കിട്ടും. നമുക്ക് 0.5 നിന്ന് ഇത്രയും പ്രോബബിലിറ്റി നമ്മൾ കുറച്ചാൽ ബാക്കിയുള്ള പ്രോബബിലിറ്റി കിട്ടും. അതാണ്. അപ്പോൾ 0.5 മൈനസ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഈക്വൽ ടു ഇട്ടാലും ലെസ് ദാൻ ഇട്ടാലൊക്കെ ആൻസർ ശരിയാണ്. കാരണം ഇത് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആകുമ്പോൾ അറ്റേ പോയിന്റിൽ പ്രോബബിലിറ്റി 0 ആയതുകൊണ്ട് ലെസ് ദാൻ ഈക്വൽ ടു ഇട്ടാലും ലെസ് ദാൻ ഇട്ടാലൊക്കെ സെയിമാണ്. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ആൻസർ. അതായത് പ്രോബബിലിറ്റി ഓഫ് Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 0.5 മൈനസ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ 2 ആണ്. ഇനി ഇതിൻ്റെ വാല്യൂ എങ്ങനെയാണ് കാണുന്നത്? അത് ടേബിളിൽ നോക്കിയിട്ടാണ് നമ്മൾ കാണുന്നത്. ടേബിളിൽ നോക്കിയിട്ട് കാണുക എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ ഉണ്ട്. സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ എടുക്കുക. ആ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ എത്രയാണ്? 2.0 ആ വാല്യൂ നോക്കിയാൽ മതി. അതായത് ഇവിടെ ടേബിൾ കാണുന്നുണ്ട് നോക്കുക. സ്റ്റാൻഡേർഡ് നോർമൽ അവിടെ കാണുന്നുണ്ട്. 0 to Z വരെയുള്ള പ്രോബബിലിറ്റിയാണ് ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 പോയിൻ്റ് ആണ് നോക്കട്ടെ, 2.0. അപ്പോൾ 2.0 എന്ന് പറയുമ്പോൾ 2.0. അപ്പോൾ എന്താണ് പ്രോബബിലിറ്റി? 0.4772 ആണ്. അപ്പോൾ ആ വാല്യൂ എഴുതുക. നോക്കുക, 2.0 സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളാണ്. അപ്പോൾ ആൻസർ 0.5 മൈനസ് 0.4772. ഈ ആൻസർ എത്രയാണ് നോക്കുക, അതായിരിക്കും അതിൻ്റെ പ്രോബബിലിറ്റി. ഇതേപോലെ
അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, അതിൻ്റെ എത്ര ഏക്കറാണ് ഉള്ളതെന്നാണ്. അപ്പം നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റഡ് നമ്പറാണ് കാണേണ്ടത്. എക്സ്പെക്റ്റഡ് നമ്പർ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു പി ആണ്. എപ്പോഴും എക്സ്പെക്റ്റഡ് നമ്പർ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു പി ആണ്. n ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ ഇവിടെ പി കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ടോട്ടൽ എണ്ണം. ഇവിടെ n തന്നിട്ടുണ്ട് 100 ആണ്. 100 ഏക്കറിൽ എത്രയാണെന്ന ചോദ്യം. അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ n ഇൻറ്റു പി 100 ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് നോക്കുക. 100ൻ്റെ 200ൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ 100 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ചെയ്താലും കുഴപ്പമില്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200. ഇതാണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം പി ഒന്ന് കണ്ടോക്കെ, ഈ വാല്യൂ കാണാം. ഈ വാല്യൂ കാണാൻ എന്താ പി ഈക്വൽ ടു എന്താണ്, ഇതിനെ സെഡിലേക്ക് മാറ്റുക. ആദ്യം 100 മൈനസ് 150 ഡിവൈഡഡ് ബൈ 50 ലെസ് ദാൻ സെഡ് എന്നാവും. ഇവിടെ നമ്മൾ ആ വാല്യൂ ഒക്കെ കൊടുക്കുമ്പോൾ സെഡ് ലെസ് ദാൻ 200 മൈനസ് 150 ഡിവൈഡഡ് ബൈ 50 എന്നാവും. അപ്പോൾ അതെന്താവും, 150 പറഞ്ഞാൽ 50 ബൈ മൈനസ് 50 ബൈ 50 പറഞ്ഞാൽ -1 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 1 എന്ന് വരും. ഇനി ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മൾ വെറുതെ അങ്ങോട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മളെന്താ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് നമ്മളൊന്ന് ജസ്റ്റ് വരച്ച് വെക്കുക. സെഡ് വാല്യൂ ഇതാണ്, സെഡ് ഇവിടെ 0 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് -1 എന്ന് പറഞ്ഞാൽ അപ്പുറത്തും 1 എന്ന് പറയുന്നത് ഇപ്പുറത്ത് 1 വരെ. ഈ പ്രോബബിലിറ്റിയാണ് നമുക്ക് കാണേണ്ടത്, -1ൻ്റെയും 1ൻ്റെ ഇടയിലുള്ള പ്രോബബിലിറ്റി. അപ്പോൾ അതെങ്ങനെ നമുക്ക്, പക്ഷേ നമുക്ക് പ്രോബബിലിറ്റി എങ്ങനെ കാണാൻ പറ്റുള്ളൂ, 0 to 1 വരെയുള്ള പ്രോബബിലിറ്റി നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ പ്രോബബിലിറ്റി തന്നെ ആയിരിക്കും 0 to -1 എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് സ്റ്റാൻഡേർഡ് നോർമൽ കർവ് ആണ്, സിമെട്രിക് ആണ്. അപ്പോൾ ഇവിടുന്ന് ഇതുവരെ 1 ഇവിടെയാണെങ്കിൽ -1ഉം 0 മുതൽ 1 വരെയുള്ളതും 0 മുതൽ -1 വരെയുള്ള പ്രോബബിലിറ്റിയും സെയിം ആയിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് 2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 1 എന്ന് എഴുതിയാലും മതി. എന്നിട്ട് എന്താ ചെയ്യുക, ഈ വാല്യൂ 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 1 എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ട പോലെ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 1ൻ്റെ വാല്യൂ 1.0 എന്ന് പറഞ്ഞാൽ 0.3413 ആണ്. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ പ്രോബബിലിറ്റി കിട്ടും. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര എണ്ണാണെന്ന് കിട്ടും. ഓക്കെ, ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ക്യൂട്ടി പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും ഇത് ഉപകാരമാവും, സ്റ്റാറ്റി പഠിക്കുന്ന ഏതൊരാൾക്കും ഉപകാരമാവും. നിങ്ങൾ എക്സാമൊക്കെ വരുന്നതാണ്. എല്ലാ കൊമേഴ്സോ എക്കണോമിക്സോ ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. MComോ അല്ലെങ്കിൽ എക്കണോമിക്സ് PG ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.